എനിക്ക് എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ കമന്റ് സെക്ഷൻ വായിച്ചപ്പോൾ അതിൽ നന്മ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിന്റെ പേരെടുത്ത് സ്വന്തം അനിയത്തിക്ക് ഇട്ട മഹാമനസ്കയാണ് ഞാൻ. 2 വർഷത്തിന് ശേഷം അവൾ നാട്ടിലെത്തി. ഗൈസ്, നമുക്ക് അമ്മച്ചിനെ സർപ്രൈസ് ചെയ്യാം. ഹലോ, എന്തൊക്കെയുണ്ട്? അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ സെക്കൻഡ് വ്ളോഗിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമായി ഞാൻ നിങ്ങളോട് വിനീതമായ ഒരു നന്ദി അറിയിച്ചുകൊള്ളട്ടെ. കാരണം ഫസ്റ്റ് വീഡിയോയുടെ റെസ്പോൺസ് വാസ് ഓവർവെൽമിങ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. വ്യൂസും ലൈക്സും കയറുന്ന മാത്രമല്ല, ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ അതിൽ നന്മ മാത്രമേ ഉള്ളൂ. ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും എനിക്കതിൽ കാണാനില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. കാര്യം എന്ന് പറയുന്നത്, ഈ വ്ളോഗ് ബേസിക്കലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. അതായത് പണ്ട് അതായത് ഒരു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഒരു 16 കൊല്ലം മുന്നേ ആയിരിക്കാം ഞാൻ ഒരു കുട്ടിയെ കണ്ടുമുട്ടി. ആ കുട്ടി ആയിട്ട് ഞാൻ അങ്ങനെ വലിയ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 4ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ കമ്പനി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര നല്ല ഫ്രണ്ട്സായി. അപ്പോൾ 4th to 10th ഞങ്ങൾ ഭയങ്കര നല്ല ബെസ്റ്റ് ബഡീസ് ആയിരുന്നു. രാവിലെ സ്കൂളിൽ പോകുന്നത് ഒരുമിച്ച്, സ്കൂളിൽ എത്തുന്നത് ഒരുമിച്ച്, അവിടെ നിന്ന് വർത്താനവും ബഹളവും. രാവിലെ ബാഗ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉടനടി ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഞങ്ങളെ സ്കൂളിലൊരു വരാന്തയുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറയും. ആ ഗ്രൗണ്ടിലുള്ളവരെ പറ്റിയും വരാനുള്ളവരെ പറ്റിയും പോയവരെ പറ്റിയും തലേ ദിവസം വീട്ടിലെന്ത് സംഭവിച്ചു, ഭാവി കാര്യങ്ങൾ, അങ്ങനെ അന്താരാഷ്ട്രമായ ചർച്ചകൾ ഉള്ളി. അപ്പോൾ ഈ കുട്ടീനെ പറ്റി പറയുമ്പം ഇവളുടെ പേരെന്ന് പറയുന്നത് നിവീന എന്നാണ്. എൻ്റെ പേര് അനീന, അവളുടെ പേര് നിവീന. എൻ്റെ അനിയത്തിയുടെ പേര് നിവീന. അതിലെന്തോ ഒരു ഇതില്ലേ ഉണ്ട്. അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ പേര് ആക്ച്വലി അന്ന എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, നിവീന എന്നാണ് പേര്. ഈ അനീന അന്നേനേക്കാളും നല്ലത് ഒരു റൈമിങ് വരുന്നത് കുറച്ചുകൂടി അനീന നിവീന അല്ലേ എന്ന് ചോദിച്ച് ഞാൻ അവരെ വാങ്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് എൻ്റെ സിസ്റ്റർ. അപ്പോൾ അവളുടെ പേര് ഞാനിങ്ങനെ പറഞ്ഞു, അനീന നിവീന അല്ലേ, അനീന അന്നേനേക്കാളും കുറച്ചുകൂടി റൈമിങ് എന്നൊക്കെ പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ കയ്യിലുള്ളിലാക്കി ഞാൻ പേര് മാറ്റി. അതായത് ഞാൻ ബ്രെയിൻ വാഷ് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ സജഷൻ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ വീട്ടുകാർക്ക് ആ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടാണ് എൻ്റെ സിസ്റ്ററിന് നിവീന എന്നുള്ള പേര് വരുന്നത്. എന്താ നോക്കണേ, അത് ഫ്രണ്ടിൻ്റെ പേരെടുത്ത് സ്വന്തം അനിയത്തിക്ക് ഇട്ട മഹാമനസ്കയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇവളെന്ന് പറഞ്ഞാൽ ഇവളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷീസ് ലൈക്ക് വൺ ഓഫ് ദ പ്യുവറസ്റ്റ് സോൾസ് ആസ് മെറ്റ്. അത് മാത്രമല്ല, എനിക്ക് അവളെ പറ്റി ആക്ച്വലി ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന് മുന്നത്തെ പോലെ ഞാൻ അവളുടെ ബർത്ത്ഡേക്ക് ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ആ സ്റ്റോറിയിനകത്തുണ്ട് ഈ കാര്യങ്ങളെല്ലാം. കാരണം അവളുടെ ഒരു ഇതനുസരിച്ച് അവളുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്ന കുട്ടിയാണ് അവൾ. ടൈം ആൻഡ് എഫേർട്ട് ഇടുന്ന കുട്ടിയാണ്. അതിനൊരു എക്സാമ്പിൾ കുറച്ച് എണ്ണം പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 4 പേരുടെ ഗ്യാങ്. 2 പേര് ചെസ്സിന് പോകുന്നു. അപ്പം അവൾക്കും ചെസ്സിന് പോകാനാണ് ആഗ്രഹം, കാരണം അധികം പണിയൊന്നുമില്ലല്ലോ. പക്ഷെ എനിക്ക് ഭരതനാട്യത്തിന് പോകണം. അങ്ങനെ എൻ്റെ കൂടെ 1 വർഷം ഭരതനാട്യം പഠിച്ച കുട്ടിയാണത്. അതുപോലെ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ, മറ്റേ ഡാൻസ്, പാട്ട്, അങ്ങനെ എല്ലാ പരിപാടിക്കും നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പാവം എൻ്റെ കുട്ടി എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുക. അതായത് ഈവൻ 6th പഠിക്കുമ്പോൾ മറ്റേ സൂചിയിൽ നൂല് കുറക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട് കുട്ടികൾക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പേരാണ് ഷോർട്ട് പുട്ട്, കാരണം അപ്പുറത്ത് ഷോർട്ട് പുട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഷോർട്ട് പുട്ടിന് പേര് കൊടുത്തു. അവർക്കറിയാം അതാണ് ഷോർട്ട് പുട്ടെന്നും അത് നമ്മളെ കൂട്ടിയാൽ കൂടില്ലെന്നും. പക്ഷേ ഞാൻ പേര് കൊടുത്തു. അപ്പം അവളും എൻ്റെ കൂടെ ഞാൻ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ അവളും പേര് കൊടുത്തു. അങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞാൻ അറിയുന്നത് ഇതാണ് ഷോർട്ട് പുട്ടെന്ന്. അതേപോലെ ഒരുപാടുണ്ട്. ഞങ്ങൾ 10th കഴിഞ്ഞ് ഒരേ സ്കൂളിൽ പോകാൻ പ്ലാൻ ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഒരേ മാർക്കായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും 83% ആയിരുന്നു. പക്ഷേ അവൾക്ക് അഡ്മിഷൻ കിട്ടി, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അവൾക്ക് ഞാൻ പോകാൻ പ്ലാൻ ചെയ്ത സ്കൂളിൽ അവൾ കൂടെ പോയി ചേർന്നു. പക്ഷേ എനിക്ക് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് അഡ്മിഷൻ കൊടുത്തത്. മാത്രമല്ല ഞങ്ങൾക്ക് 10% കുറഞ്ഞു. ഞങ്ങൾ ICSE സിലബസ് ആയതുകൊണ്ട് എപ്പോഴും 10% കുറച്ചിട്ടാണ് മാർക്കിൽ നിന്ന് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ അവൾക്ക് അഡ്മിഷൻ കിട്ടി, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ അവൾ ഒരു 1 hour ട്രാവൽ ചെയ്തിട്ടാണ് ആ 2 കൊല്ലം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ബോണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയത് പാവം എൻ്റെ പാപ്പിയുടെ സാക്രിഫൈസസ് കൊണ്ട് മാത്രമാണ്. കാരണം അന്നേരം നമുക്ക് ഞാൻ
ഞാൻ ഇങ്ങനെ ആലോചിക്കും ഞാൻ എന്താ ഇങ്ങനെ ഇത്ര സെൽഫിഷ് ആവുന്നതെന്ന്. സെൽഫിഷ് അല്ല, എന്താ പറയുക, ഞാൻ മറ്റേ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത് വിട്ട് കളയാൻ പാടില്ല, ഒരു കോമ്പറ്റീഷനും ഒരു പരിപാടിയും കളയരുത്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ബെസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ അറിയില്ലാത്ത കോമ്പറ്റീഷൻ ആണെങ്കിലും റെസിറ്റേഷനൊക്കെ ഞാൻ പേര് കൊടുക്കും. ഫാൻസ് റെസിറ്റേഷൻ, ബെസ്റ്റ് ഔട്ട് ഓഫ് ഈസ്റ്റ്, അങ്ങനെ അതിനകത്തുള്ള എല്ലാ പരിപാടിയും ഞാൻ ചേരും. ഈവൻ എനിക്ക് ഓർമ്മയുണ്ട് പെൻ സ്റ്റാൻഡ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതിൽ ഞാനിങ്ങനെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ കുറേ സാധനങ്ങൾ വേസ്റ്റ് വന്നു, കാർഡ്ബോർഡിൻ്റെ പീസ്, സ്ട്രോ ഒക്കെ, അത് വെച്ച് ഞാൻ പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കി ഫസ്റ്റ് പ്രൈസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ അതുപോലെ ഇഷ്ടംപോലെ പ്രൈസ് കിട്ടാത്ത കോമ്പറ്റീഷൻസ് ഉണ്ട്. എനിക്ക് ആ പ്രോസസ്സാണ് ഇഷ്ടം. പ്രൈസ് കിട്ടില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ പങ്കെടുക്കുക, അതിനെപ്പറ്റി ആലോചിക്കുക, അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാപ്പിയും ഞാനും ഒരുമിച്ച് നീറ്റിന് പ്രിപ്പയർ ചെയ്തു വന്നിട്ട് 12th കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബോർഡിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നീറ്റിന് ഞങ്ങൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ, റിപ്പീറ്റ് ചെയ്യാൻ കയറി. ഞങ്ങൾ മറ്റേ ഡെയിലി വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന, ഡെയിലി കോൾസും മെസ്സേജസും ഉള്ള ആൾക്കാരൊന്നും അല്ല. വൺസ് ഇൻ എ വൈൽ, ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും, ചിലപ്പോൾ 3 ആഴ്ച കൂടുമ്പോഴായിരിക്കും. ആ 3 ആഴ്ചത്തെ എല്ലാ കാര്യങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കും, തിരിച്ചും റിപ്പോർട്ട് ചെയ്തിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ ഇവളിങ്ങനെ നീറ്റ് കഴിഞ്ഞപ്പം പെട്ടെന്നാണ് UK പോകാനൊക്കെ റെഡിയാവുന്നത്. അങ്ങനെ എൻ്റെ കുട്ടി UK പോവാണെന്നുള്ള നഗ്നസത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വർഷം January 4th 2024 ഞാനും അവളുടെ ഫാമിലിയിലെ എല്ലാവരും കൂടി അവളെ എയർപോർട്ടിൽ പോയിട്ട് ചാറ്റ ബൈ ബൈ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇപ്പോൾ അവൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരികയാണ്. അതായത് ഒരു 2 വർഷം ജാനുവരി ആകുമ്പോൾ 2 വർഷം ആവുമല്ലോ. 2 വർഷത്തിന് ശേഷം UK അവൾ തിരിച്ചു വരുന്നു എന്ന് അറിയാവുന്ന മൂന്നേ ആൾക്കാർ ഞാനും അവളുടെ പപ്പയും അവളുടെ മമ്മിയുമാണ്. മമ്മിക്ക് ഇറ്റലിയിൽ നിന്ന് വരണം എന്നുള്ളതുകൊണ്ട് മമ്മിയുടെ അടുത്തും പറഞ്ഞു, സർപ്രൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ എയർപോർട്ടിൽ വരുന്നു, ഞങ്ങൾ അവളെ പിക്ക് ചെയ്യുന്നു, എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് സർപ്രൈസ് ചെയ്യുന്നു. അതാണ് സർപ്രൈസ് നമ്പർ 1. സർപ്രൈസ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ, അവൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഞാൻ അവൾ വിളിച്ച് പറയും, പാപ്പി എനിക്ക് വരാൻ പറ്റിയില്ല, ഷൂട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഒരാളെ അയക്കുന്നുണ്ട്, ഞാൻ ഒരു 2 ദിവസം കഴിയുമ്പോൾ എങ്ങാനും വരാൻ നോക്കാം. അപ്പം ഓട്ടോമാറ്റിക്കലി അവളുടെ മുഖവും എക്സ്പ്രഷനും ഒക്കെ മാറും. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്, ഞാൻ അവളെ എയർപോർട്ടിൽ പോയി സർപ്രൈസ് ചെയ്യുന്നത്. അതാണ് ബേസിക്കലി ഈ വ്ളോഗ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വീണ്ടും കുറച്ച് പരിപാടികളുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പിന്നെന്താ, പോയി കണ്ടിട്ട് വന്നിട്ട് പറ, ഓക്കെ? ഞങ്ങൾ പോയിട്ട് സർപ്രൈസ് ചെയ്തിട്ട് വരാം. ഞാൻ പറഞ്ഞ പോലെ അവൾക്ക് അറിയില്ല ഞാൻ വരുന്നുണ്ടെന്ന്. ഞാൻ ഇപ്പോഴും അവളടുത്ത് പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഒരു 5 മണി 6 മണിക്കാകുമ്പോൾ വീട്ടിലെത്തിക്കോളാം, വീഡിയോ എടുക്കാൻ ഞാൻ ഒരാളെ റെഡിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി റെക്സംഗ്ലോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ. എന്താണെന്ന് അറിഞ്ഞൂടാ, അവൾ എന്നെ കണ്ട് ഞാൻ സർപ്രൈസ് ആവുമോ ഞാൻ അവൾ സർപ്രൈസ് ആക്കുമെന്നൊക്കെ ചെന്നിട്ട് കാണാം, ഓക്കെ? എനിക്കെന്റെ എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടത് വിചാരിച്ചിരിക്കുന്നത്, പക്ഷെ എനിക്ക് എന്റെ എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. ഞങ്ങളുടെ എയർപോർട്ട് എത്തി. അയ്യോ, എയർപോർട്ട് എത്തി, എന്റെ നെഞ്ചൊക്കെ ഇടിക്കുന്നു. നാട്ടിലെത്തി. 2 വർഷത്തിന് ശേഷം അവൾ നാട്ടിലെത്തി ഗൈസ്. ഇനി 1 മാസം ഞാനിവിടെ അനീനയുടെ കൂടെ. പറ, ആരെ സർപ്രൈസ് ചെയ്യാൻ പോവാ? അമ്മച്ചീനെ സർപ്രൈസ് ചെയ്യാൻ പോവാ. പക്ഷെ എന്താ പറയാ, നെർവസ് ആണ്. അമ്മച്ചി എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ. നമുക്ക് അമ്മച്ചീനെ സർപ്രൈസ് ചെയ്യാം. വീടെത്തി അമ്മച്ചീനെ അമ്മച്ചി മാത്രല്ലേ സർപ്രൈസ് ആവാനുള്ളൂ അല്ലേ? അമ്മയ്ക്ക് അറിയാലോ. പക്ഷെ നാട്ടിൽ വന്നപ്പോ ഞാനാ സർപ്രൈസ് ആയി നിന്നെ കണ്ടിട്ട്. കാരണം ഞാൻ എന്റെ മൈൻഡിൽ നീ വന്നില്ലല്ലോ, അപ്പൊ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോ ഞാൻ സെറ്റല്ലേ, പോവാം.
എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഹാപ്പിയായി. വീട്ടിലെ കാര്യം സെറ്റായി. നമുക്കിനി അടുത്ത സ്ഥലത്ത് പോവാം. അതെ. ഓക്കെ, അപ്പൊ നമ്മള് വീട്ടിലെല്ലാരും സർപ്രൈസ് ചെയ്ത് ഇനി നിമച്ചേച്ചിനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. നിമച്ചേച്ചി എന്റെ എന്താ പറയാ, എന്റെ എല്ലാമാണ്. നിമച്ചേച്ചിനെ സർപ്രൈസ് ചെയ്യാനാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. അമ്മച്ചി കഴിഞ്ഞിട്ടേ നിമച്ചേച്ചിനെ സർപ്രൈസ് ചെയ്യാനാണ് ഇരുന്നത്. നമ്മൾ അവരുടെ വീടെത്തി നമുക്ക് നോക്കാം എന്തായിരിക്കും നിമച്ചേച്ചിയുടെ റിയാക്ഷൻ. ആരെ പുറത്തോട്ട് ഫുള്ള് ക്യാമറ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഇറങ്ങി വെസ്റ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. കാരണം പാപ്പിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാന്ന് വിചാരിച്ചു. അവൾക്ക് ഈ അവളുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 13th ആണ്, എൻ്റെ ജനുവരി 13th. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞിട്ട് ഒരു ബോഡിക്കോൺ റെഡ് മെറൂൺ ഷെയ്ഡുള്ള ഒരു ബോഡിക്കോൺ ഡ്രസ്സ് വാങ്ങണം. പക്ഷെ അവൾക്ക് അന്ന് അവിടെ തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡിക്കോൺ എന്തോ മേടിച്ചു. പിന്നെ റെഡ് തപ്പി ഇറങ്ങിയതാണ്, പക്ഷെ കിട്ടിയില്ല. ഇവിടെ എന്തെങ്കിലും നോക്കട്ടെ ഒന്നും കൂടി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അത്ര സംതിങ് നൈസ് ഞാൻ മേടിച്ചിട്ട് പോകും. ഓക്കെ, ബാക്കി എന്താ സംഭവം തന്നെ പറഞ്ഞുതരാം. ഇതും ഒരു സർപ്രൈസാണ്. സർപ്രൈസുകൾ ഇങ്ങനെ വാരി കോരി ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. കയ്യിൽ നമ്മളൊരു ബാഗ് എടുത്തു. ആ ബാഗ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ബാഗ് നമ്മൾ എടുത്തു. ഡ്രസ്സാകുമ്പോൾ പിന്നെ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ബാഗ് അങ്ങ് ഫൈനലൈസ് ചെയ്തു. എന്നിട്ട് ഞങ്ങളിപ്പോൾ നേരെ ഞാനിപ്പോൾ നേരെ വീട്ടിൽ പോവാണ്. അതായത് ഇതാണ് സർപ്രൈസ് നമ്പർ 1. സർപ്രൈസ് നമ്പർ 1 കഴിഞ്ഞ് സർപ്രൈസ് നമ്പർ 2, അതായത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിപ്പം വീട്ടിലേക്ക് കയറി ചെന്നിട്ട് സർപ്രൈസ് എന്ന് പറയുമ്പോൾ ആ സർപ്രൈസും കഴിഞ്ഞിട്ട് വേറെ സർപ്രൈസ് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നാളെ ഷൂട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോകാൻ തീരുമാനിച്ചത്. പക്ഷേ നാളെ ഷൂട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം അവളുടെ വീട്ടിൽ പോയി കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് കിടന്നുറങ്ങി നാളെ രാവിലെ തന്നെ എണീറ്റ് ഷൂട്ടിന് വരണം. പിന്നെ എന്തോ ഭാഗ്യത്തിന് നാളെ മാളയിലാണ് ഷൂട്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്ത് അങ്ങ് പോവാം. രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീറ്റാൽ മതിയാവും. അപ്പം അങ്ങനെ നമ്മൾ ഫൈനലി ബാഗൊക്കെ എടുത്ത് നേരെ ഒരു ചായ കുടിച്ചിട്ട് വേഗം പാപ്പയുടെ വീട്ടിലേക്ക് പോവാണ്. കുറേ നാളായി. ഇപ്പോൾ ലാസ്റ്റ് ഒരു സ്ലീപ്പ് ഓവർ ഉണ്ടായിരുന്നു. ആ സ്ലീപ്പ് ഓവറിലേക്ക് പോകാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടം. പനിയൊക്കെ പിടിച്ച ആകെ സീനായിരുന്നു. ഈ സ്ലീപ്പ് ഓവറിനെങ്കിലും പോയി കുറച്ച് നേരം അവരുടെ കൂടെ 2 ഗോസിപ്പൊക്കെ ചായ കുടിച്ച് സമാധാനപരമായിരിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ വാങ്ങിച്ച് നേരെ പാപ്പയുടെ വീട്ടിലേക്കുള്ള ചൈത്രയാത്ര തുടങ്ങാൻ പോവാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി അപ്പൊ ഞങ്ങളുടെ പാപ്പി 27th തിരിച്ചു പോവുകയാണ്. അതിന് സ്റ്റാച്ചു അതെ. നിനക്കൊരു സാധനം മേടിക്കാൻ പോയതാ, പക്ഷെ കിട്ടിയില്ല. ഞാൻ പകരം ഞാൻ ഇമോഷണൽ ആവ് കരേ വെള്ളം ഒഴിച്ചോ.